നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കൃഷി ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. ജനറൽ സെക്രട്ടറി സിദ്ദിഖ് VM ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിലെ രാഷ്ട്രീയവൽക്കരണം അവസാനിപ്പിക്കണമെന്ന് KPSTA. സമാപന സമ്മേളനം ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV ഷാജിമോൻ അധ്യക്ഷത വഹിച്ചു. മുതലക്കോടം ഹോളി ഫാമിലി ഹോസ്പിറ്റലിന്റെയും ഓർബിസ് ലൈഫ്സ് മൊബൈൽ ക്ലിനിക്കിന്റെയും സഹകരണത്തോടെ തൊടുപുഴയിൽ ഹെൽത്ത് കാർഡ് മെഡിക്കൽ ക്യാമ്പ് നടത്തി. തൊടുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ JC ആന്റണി ഉദ്ഘാടനം ചെയ്തു. പോരടിച്ച് വകുപ്പുകൾ, പൊറുതിമുട്ടി ജനം. നെയ്യശ്ശേരി തോക്കുമൽ റോഡിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി പോസ്റ്റുകൾ മാറ്റുന്നതിന് KSEB സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ട് 1 മാസത്തിലേറെയായി. റോഡ് നിർമ്മാണ ഏജൻസിയായ KSTPയും KSEBയും തമ്മിൽ ഈ കാര്യത്തിൽ ഇതുവരെ സമവായത്തിലെത്തിയിട്ടില്ല. കുട്ടികളെ വിദ്യാലയങ്ങളിൽ എത്തിക്കുന്ന വിദ്യാവാഹിനി പദ്ധതിയുടെ ഭാഗമായ ജീപ്പ് ഉടമകൾ പ്രതിസന്ധിയിൽ. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടത്തിവരുന്ന സർവീസിന് ലഭിക്കേണ്ടുന്ന തുക മുടങ്ങിക്കിടക്കുന്നതാണ് ജീപ്പ് ഉടമകളെ വലയ്ക്കുന്നത്. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കൃഷി ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. ജനറൽ സെക്രട്ടറി സിദ്ദിഖ് VM ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജിജീഷ് കുമാർ EG അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജില്ലാ സെക്രട്ടറി രാജി CT സ്വാഗതം ആശംസിച്ചു. കൃഷി വകുപ്പിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റുമാരുടെയും അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ ഓഫീസർമാരുടെയും 2023 വർഷത്തെ സ്ഥലമാറ്റ കരട് ലിസ്റ്റിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ ജില്ലാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. മാനദണ്ഡവിരുദ്ധമായി പ്രസിദ്ധീകരിച്ച കരട് പട്ടിക നിയമാനുസൃത മാറ്റം വരുത്തി പുനഃപ്രസിദ്ധീകരിക്കുക, റാങ്ക് ലിസ്റ്റ്, മുൻഗണനാ ലിസ്റ്റ് എന്നിവ പ്രസിദ്ധീകരിക്കുക, ട്രാൻസ്ഫർ ഒറ്റഘട്ടമായി നടത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ജീവനക്കാർ ഉന്നയിക്കുന്നത്. ജനറൽ സെക്രട്ടറി സിദ്ദിഖ് VM ഉദ്ഘാടനം നിർവഹിച്ചു. എണ്ണത്തിൽ കൂടുതൽ പോസ്റ്റിന് അധികം ആളുകളെ ചില സ്റ്റേഷനിൽ വിന്യസിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒട്ടേറെ അപാകതകളുടെ ഒരു അബദ്ധ പഞ്ചാംഗം പോലെയാണ് വീണ്ടും നമ്മുടെ ഓൺലൈൻ ട്രാൻസ്ഫറിൻ്റെ കരട് ലിസ്റ്റ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഈ സ്ഥലമാറ്റം ഒരു അടുക്കും ചിട്ടയോട് കൂടി വരാൻ വേണ്ടിയിട്ട് ഒട്ടേറെ നിയമ സമര പോരാട്ടങ്ങൾ നമ്മുടെ സംഘടന സംസ്ഥാന തലത്തിൽ നടത്തി. ഇന്നിപ്പം തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ എല്ലാ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൻ്റെ മുമ്പിലും കൃഷി അസിസ്റ്റന്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ പ്രവർത്തകരെല്ലാം ഇതിനെതിരെ സമരം നടത്തുകയാണ്. ജില്ലാ പ്രസിഡന്റ് ജിജീഷ് കുമാർ EG അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജില്ലാ സെക്രട്ടറി രാജി CT സ്വാഗതം ആശംസിച്ചു. ട്രഷറർ ലിൻജോ ജോസ്, സംസ്ഥാന സെക്രട്ടറി പ്രതീഷ്, ബ്ലോക്ക് കൺവീനർമാരായ മനോജ്, മഞ്ജു, ഷൈനി, സുബി S കുട്ടപ്പൻ, പ്രിനീഷ്, ബിജു തോമസ്, നവീൻ, ബിനോയ് ജോസഫ്, ഗിരീഷ് കുമാർ, സെയ്ദ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. നിങ്ങൾക്കറിയാം, നമ്മളെല്ലാം സംസ്ഥാന തലത്തിൽ ഡയറക്ടർ അപ്പോയിന്റ് ചെയ്യുന്ന ജീവനക്കാരാണ്. ഡയറക്ടർ അപ്പോയിന്റ് ചെയ്യുന്ന ജീവനക്കാരെ ട്രാൻസ്ഫർ നടത്തുന്നത് ഡയറക്ടർ തന്നെ ആയിരിക്കണം. അപ്പോയിന്റിംഗ് അതോറിറ്റിക്കാണ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരം. പക്ഷേ കൃഷി വകുപ്പിൽ കൃഷി അസിസ്റ്റന്റുമാരുടെ മാത്രം ട്രാൻസ്ഫർ നിയമനം സംസ്ഥാന തലത്തിലും ട്രാൻസ്ഫർ ജില്ലാ തലത്തിലുമാക്കിക്കൊണ്ട് ഒരു ഉത്തരവ് 2021 നടപ്പിലാക്കുകയുണ്ടായി. അങ്ങനെ ഉത്തരവ് നടപ്പിലാക്കിയപ്പോൾ അതിനനുസരിച്ചുള്ള സോഫ്റ്റ്വെയറും മാർഗനിർദ്ദേശങ്ങളും പ്രത്യേകം തയ്യാറാക്കുകയും ചെയ്തില്ല. മാർഗനിർദ്ദേശങ്ങൾ വീണ്ടും ഗവൺമെൻറ് ഉത്തരവ് 2017 ഗവൺമെൻറ് ഉത്തരവുകൾക്ക് അനുസൃതമായിട്ടാണ് നിർദ്ദേശങ്ങളെല്ലാം പാലിക്കപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള ലേബർ മൂവ്മെന്റും മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളി യൂണിറ്റും ഹോളി ഫാമിലി ഹോസ്പിറ്റലും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫൊറോന വികാരി റവറന്റ് ഡോക്ടർ ജോർജ് താനത്തുപറമ്പിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിന്റെ ഭാഗമായി ബോധവൽക്കരണ സെമിനാറും സൗജന്യ പരിശോധനയും മരുന്ന് വിതരണവും നടത്തി. കേരള ലേബർ മൂവ്മെന്റും മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളി യൂണിറ്റും ഹോളി ഫാമിലി ഹോസ്പിറ്റലും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫൊറോന വികാരി റവറന്റ് ഡോക്ടർ ജോർജ് താനത്തുപറമ്പിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇതിനു മുമ്പ് മെഡിക്കൽ ക്യാമ്പുകൾ ഹോളി ഫാമിലി ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ നമ്മുടെ പാരിഷ് ഹോളിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. ഇന്ന് ALM കൂടി ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്.
ഒരു പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. കേരള ലേബർ മൂവ്മെൻറ്റിൻ്റെ പല പ്രവർത്തനങ്ങളുണ്ട്. തൊഴിലാളികളെ സഹായിക്കുക, അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള അനേക പ്രവർത്തനങ്ങൾക്കിടയിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തണമെന്ന് തീരുമാനിക്കുകയും ഹോളി ഫാമിലി ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ അസിസ്റ്റൻ്റായി ചർച്ച ചെയ്താണ് ഇങ്ങനെ ഒരു ക്യാമ്പ് ഇപ്പോൾ ഇവിടെ നടത്തപ്പെടുന്നത്. ക്യാമ്പ് തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്രദമാണ്. ഡോക്ടേഴ്സ് അതിൽ സംസാരിക്കും. നമ്മളുടെ കൂടെ 2 ഡോക്ടേഴ്സ് ഉണ്ട്. നമുക്ക് നല്ലൊരു അറിവ് കിട്ടുമ്പോൾ തന്നെ രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് കഴിയും. ഒരു അവയർനെസ് നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് തന്നെ നമുക്ക് രോഗത്തെ പ്രതിരോധിക്കാനായിട്ട് സഹായിക്കും. KLM യൂണിറ്റ് പ്രസിഡന്റ് ബെന്നി പെരുകിലത്ത് അധ്യക്ഷനായി. റവറന്റ് ഡോക്ടർ ജോർജ് താനത്തുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ സാൻജോയ് ജോർജ് ആശംസകൾ അർപ്പിച്ചു. സെക്രട്ടറി ഹെലൻ തോമസ് സ്വാഗതവും അഗസ്റ്റിൻ കവയിൽ നന്ദിയും പറഞ്ഞു. ഡോക്ടർ ഡാലിയ തോമസ് ക്യാൻസർ ബോധവൽക്കരണ സെമിനാർ നയിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി വിവിധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സൗജന്യ പരിശോധനയും മരുന്ന് വിതരണവും നടത്തി. ജോസ് വർഗീസ്, മിനി തോമസ്, ആൽബിൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിദ്യാഭ്യാസ മേഖലയിലെ രാഷ്ട്രീയവൽക്കരണം അവസാനിപ്പിക്കണമെന്ന് KPSTA. ഒരു വശത്ത് കാവ്യവൽക്കരണവും മറുവശത്ത് ചുവപ്പുവൽക്കരണവും വിദ്യാലയങ്ങളുടെ നാശത്തിലേക്ക് നയിക്കുമെന്നും പ്രവർത്തകർ കൂട്ടിച്ചേർത്തു. സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വിദ്യാഭ്യാസ സമ്മേളനത്തിലാണ് വിഷയത്തെക്കുറിച്ച് പ്രതിപാദിച്ചത്. സമാപന സമ്മേളനം ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV ഷാജിമോൻ അധ്യക്ഷത വഹിച്ചു. ഏകപക്ഷീയമായ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലൂടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലും സർക്കാർ രാഷ്ട്രീയ അതിപ്രസരം ഉണ്ടാക്കുന്നത് ഭാവി കേരളത്തിന് അപകടകരമാണെന്ന് KPSTA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വിദ്യാഭ്യാസ സമ്മേളനം പ്രമേയത്തിലൂടെ ആശങ്ക പ്രകടിപ്പിച്ചു. ഒരു വശത്ത് കാവ്യവൽക്കരണവും മറുവശത്ത് ചുവപ്പുവൽക്കരണവും വിദ്യാലയങ്ങളുടെ നാശത്തിലേക്ക് നയിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. സമാപന സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയാണോ കേരളത്തിൻ്റെ ജനാധിപത്യ മതേതര വിശ്വാസി സമൂഹം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, ആ ബുദ്ധിമുട്ടാണ് അധ്യാപന മേഖലയിലും നമ്മൾ അനുഭവിക്കുന്നത്. ഈ ഗവൺമെൻറ് തികഞ്ഞ രാഷ്ട്രീയവൽക്കരണത്തിലൂടെ, രാഷ്ട്രീയ സങ്കുചിത ലക്ഷ്യത്തിലൂടെ അവർ ചെയ്യാൻ ഉദ്ദേശിച്ച എത്രയോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കും. എന്നുവെച്ചാൽ 5 വർഷത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ കാലാവധി പൂർത്തിയാക്കി വീണ്ടും ഒരു ഗവൺമെൻറ് അനാവശ്യമായി അവർക്ക് തന്നെ ലഭിച്ചപ്പോൾ അഹങ്കാരത്തിൻ്റെ ആൾരൂപങ്ങളായി മാറി. അഹന്തയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും ഒക്കെ അവസരങ്ങളാണ് ഈ ഭരണ സാഹചര്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്തും ചെയ്യാനുള്ള ലൈസൻസാണ് തങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ജനങ്ങളെയാകെ ഒറ്റപ്പെടുത്തി വെല്ലുവിളിച്ചുകൊണ്ട് അവർ മുൻപോട്ട് പോകുമ്പോൾ ഒരുപാട് ആളുകൾ ഈ നാട്ടിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നുണ്ട്. കേരളത്തിൽ താൽക്കാലിക അധ്യാപകരെ നിയമിച്ച് പൊതുവിദ്യാഭ്യാസത്തിന്റെ അന്ധകരാകാൻ സർക്കാർ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV ഷാജിമോൻ അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് K അബ്ദുൾ മജീദ്, DCC പ്രസിഡന്റ് CP മാത്യു, ജനറൽ സെക്രട്ടറി PK അരവിന്ദൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഇന്ദു സുധാകരൻ, സംസ്ഥാന ട്രഷറർ വട്ടപ്പാറ അനിൽകുമാർ, സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് N ശ്യാമകുമാർ, അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി VM ഫിലിപ്പച്ചൻ, PV ഷാജിമോൻ, ജോൺ നെടിയപാല, ഷാഹിദ റഹ്മാൻ, N രാജ്മോഹൻ, V മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന പ്രസിഡന്റായി K അബ്ദുൾ മജീദ്, ജനറൽ സെക്രട്ടറിയായി PK അരവിന്ദൻ, ട്രഷററായി വട്ടപ്പാറ അനിൽകുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുതലക്കോടം ഹോളി ഫാമിലി ഹോസ്പിറ്റലിന്റെയും ഓർബിസ് ലൈഫ് മൊബൈൽ ക്ലിനിക്കിന്റെയും സഹകരണത്തോടെ തൊടുപുഴയിൽ ഹെൽത്ത് കാർഡ് മെഡിക്കൽ ക്യാമ്പ് നടത്തി. KHFAയുടെ പ്രവർത്തനോദ്ഘാടനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച ക്യാമ്പ് തൊടുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി ഉദ്ഘാടനം ചെയ്തു. 500ഓളം പേർ ബ്ലഡ് ടെസ്റ്റ് നടത്തി ടൈഫോയിഡ് വാക്സിൻ എടുത്ത് ഹെൽത്ത് കാർഡ് കരസ്ഥമാക്കി. ഭക്ഷണ ഉൽപാദന വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി, കേറ്ററിംഗ്, ടീ ഷോപ്പ്, ജ്യൂസ് പാർലർ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന ജീവനക്കാർ ഉൾപ്പെടെ മുഴുവൻ പേർക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സൗകര്യാർത്ഥം കേരള ഹോട്ടൽസ് ആൻഡ് ഫുഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മുതലക്കോടം ഹോളി ഫാമിലി ഹോസ്പിറ്റലിന്റെയും ഓർബിസ് ലൈഫ് മൊബൈൽ ക്ലിനിക്കിന്റെയും സഹകരണത്തോടെ തൊടുപുഴ ഉല്ലാസ് ടവറിൽ വെച്ച് ഹെൽത്ത് കാർഡ് മെഡിക്കൽ ക്യാമ്പ് നടത്തി. സംഘടനയുടെ പ്രവർത്തനോദ്ഘാടനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം തൊടുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി ഉദ്ഘാടനം ചെയ്തു.
ഇപ്പോൾ ഒരു നഗരത്തിന്റെ വൃത്തി, ശുചിത്വം എന്നെല്ലാം പറയുന്നത് പുറമേ കാണുന്ന വേസ്റ്റ് മാനേജ്മെന്റ് മാത്രമല്ല, അതിലുപരിയായി ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ നൽകുന്ന നല്ല സ്ഥാപനങ്ങളാണ്. തൊടുപുഴയെ സംബന്ധിച്ച് ഏറെ നല്ല ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ വേറെ ഒത്തിരി സംവിധാനങ്ങൾ, കൂൾ ബാറുകളും ബേക്കറികളും എല്ലാം ഉണ്ട്. ഇവയെല്ലാം നമ്മുടെ ഒരു അഭിമാനമാണ്. തൊടുപുഴയുടെ അഭിമാനം എന്ന് പറയുന്നത് കുറഞ്ഞ വിലയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം. അത് എല്ലാ ഹോട്ടൽ വ്യവസായികളും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകാരും കൂൾ ബാറുകാരും ബേക്കറിക്കാരും എല്ലാവരും ഈ കാര്യത്തിൽ മത്സരിച്ചാണ് പ്രവർത്തിക്കുന്നത്. നഗരത്തിന്റെ ആരോഗ്യത്തിലും പ്രത്യേകമായി ശ്രദ്ധ വഹിക്കുന്ന ഈ ഹോട്ടൽ ആൻഡ് ഫുഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നേറാൻ ജഗദീശൻ ഈ പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓർബിസ് ലൈഫ് MD ആന്റൺ ഐസക് കുന്നേൽ, ഹോളി ഫാമിലി ഹോസ്പിറ്റൽ ഡോക്ടർ അത്തിക് തുടങ്ങിയവർ സംസാരിച്ചു. KHFA പ്രവർത്തകർ ക്യാമ്പിന് നേതൃത്വം നൽകി. 500ഓളം പേർ ബ്ലഡ് ടെസ്റ്റ് നടത്തി. ടൈഫോയിഡ് വാക്സിൻ എടുത്ത് ഹെൽത്ത് കാർഡും കരസ്ഥമാക്കി. അത്യാധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു മൊബൈൽ ക്ലിനിക്കാണ്. ഡോക്ടർ, നേഴ്സ്, പാരാമെഡിക്കൽ ടീം എല്ലാവരും ഉൾപ്പെടുന്ന ഒരു കംപ്ലീറ്റ് മെഡിക്കൽ ടീം നിങ്ങളുടെ വീടുകളിലേക്ക് ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ വാട്സപ്പ് ബുക്കിങ്ങിന് ശേഷം വീടുകളിലേക്ക് എത്തി നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ മെഡിക്കൽ ചെക്കപ്പ്, ഡോക്ടർ കൺസൾട്ടേഷന്, നേഴ്സിംഗ് കെയർ എല്ലാം നിങ്ങളുടെ വീടുകളിൽ വന്ന് ചെയ്തു തരുന്ന ഒരു മൊബൈൽ ക്ലിനിക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ വെർച്വൽ ക്ലിനിക്കാണ് ഓർബിസ് ലൈഫ്. ഓർബിസ് ലൈഫിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേഴ്സിംഗ് സ്റ്റാഫും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പാരാമെഡിക്കൽ ടീം ഓരോ ഏരിയയിലും ഓർബിസ് ലൈഫും ആ ഏരിയയിൽ. ന്യൂസ് ബ്യൂറോ, മുതലക്കോടം. വയോജനക്ഷേമം തൊടുപുഴ മുനിസിപ്പാലിറ്റി 22-24 വാർഡുകളും തൊടുപുഴ പോലീസും സംയുക്തമായി വയോജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാഞ്ഞിരമറ്റം വായനശാല ഹാളിൽ നടത്തിയ യോഗം വയോജനക്ഷേമ കോർഡിനേറ്റർ സണ്ണി തേക്കേക്കര ഉദ്ഘാടനം ചെയ്തു. 22ാം വാർഡ് കൺവീനർ VK ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വയോജനങ്ങൾക്ക് ഒരു കൈത്താങ് എന്ന പേരിൽ വയോജനക്ഷേമം തൊടുപുഴ മുനിസിപ്പാലിറ്റി 22-24 വാർഡുകളും തൊടുപുഴ പോലീസും ചേർന്ന് കാഞ്ഞിരമറ്റം വായനശാല ഹാളിൽ നടത്തിയ കൂട്ടായ്മയുടെ ഉദ്ഘാടനം വയോജനക്ഷേമ കോർഡിനേറ്റർ സണ്ണി തെക്കേക്കര നിർവഹിച്ചു. കഴിഞ്ഞ മാസം 18-ാം തീയതി, ജനുവരി 18-ാം തീയതി പോലീസ് വയോജന കൂട്ടായ്മ എന്ന പേരിൽ പോലീസ് ജനമൈത്രി ഹാളിൽ വെച്ചൊരു യോഗം സംഘടിപ്പിച്ചു. അന്നത്തെ അവസ്ഥ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു 100-130ഓളം വയോജനങ്ങളാണ് അവിടെ എത്തിച്ചേർന്നത്, സകല കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഈ വയോജനങ്ങളുടെ ക്ഷേമവും പരിരക്ഷയുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ക്ഷേമമൊഴിച്ച് പരിരക്ഷയുടെ ഉത്തരവാദിത്വം മുഴുവൻ, പരിരക്ഷ മുഴുവൻ പോലീസ് സേന വഴിയാണ്. അപ്പം പ്രഥമ പരിഗണന നമ്മുടെ ആവലാതികൾക്കും പ്രശ്നങ്ങൾക്കും പ്രാമുഖ്യം കൊടുക്കേണ്ടത് പ്രഥമ പരിഗണന പോലീസ് ഡിപ്പാർട്ട്മെന്റാണ്. തൊടുപുഴ പോലീസ് സ്റ്റേഷൻ PRO സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ വയോജനങ്ങളുടെ സുരക്ഷയും അതിന് സഹായകമായ നിയമങ്ങളെയും കുറിച്ച് ക്ലാസ് എടുത്തു. 22ാം വാർഡ് കൺവീനർ VK ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. MS ഇന്ദിര, MN രാമചന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു. 24ാം വാർഡ് കൺവീനർ J സുജാത സ്വാഗതവും SG ഗോപിനാഥൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. KSTA കോതമംഗലം സബ് ജില്ലാ കമ്മിറ്റി അക്കാദമിക് കൗൺസിൽ മോഡൽ പരീക്ഷ സംഘടിപ്പിച്ചു. മാർബേസൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിന്ദു ജിജി ഉദ്ഘാടനം നിർവഹിച്ചു. സബ് ജില്ലാ പ്രസിഡന്റ് റൈജു എബ്രഹാം അധ്യക്ഷത വഹിച്ചു. KSTA കോതമംഗലം സബ് ജില്ലാ കമ്മിറ്റി അക്കാദമിക് കൗൺസിൽ LSS USS മോഡൽ പരീക്ഷ കോതമംഗലം മാർബേസൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തി. നിരവധി കുട്ടികൾ പങ്കെടുത്തു. ഹെഡ്മിസ്ട്രസ് ബിന്ദു ജിജി ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വിദ്യാലയത്തിന്റെ ഏറ്റവും മികവുറ്റ സമ്പത്താണ് നിങ്ങളുടെ മക്കൾ. ധാരാളം കഴിവുള്ള കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങളെ അത്തരത്തിൽ പാകപ്പെടുത്തിയെടുത്ത ഒരു വിദ്യാലയവുമുണ്ട്. അവിടെയാണ് നമ്മൾ ഈ വിദ്യാഭ്യാസ മേഖലയുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതിയുടെ പ്രസക്തി കൂടി മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പ് പരീക്ഷകളോടൊക്കെ എത്രമാത്രം ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നത്? സ്നേഹ സാറോട് പറഞ്ഞതുപോലെ നമ്മുടെ കാലഘട്ടത്തിന്റെ
ആവശ്യമാണ് ഏറ്റവും ഗുണമേന്മയുള്ള മിടുക്കരായിട്ട് വളർന്നു വരിക എന്നത്. കുട്ടികൾ മത്സര പരീക്ഷകളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഈ കാലത്ത് നമുക്കറിയാം, ഈ വിദ്യാലയത്തിലെ തന്നെ 1-2 ഉദാഹരണങ്ങളിലൂടെ ഞാൻ പോകട്ടെ. കഴിഞ്ഞ ദിവസം പ്രതിഭാ സംഗമം എന്ന പേരിൽ ഇവിടെ ഒരു പ്രോഗ്രാമിൽ ഇവിടെ പഠിച്ച 2 കുട്ടികൾ ഇവിടെ കടന്നു വരികയുണ്ടായി. ഇപ്പൊ ഡൽഹി എയിംസില് മെഡിസിനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന ഒരു യുവ ഡോക്ടർ, അതുപോലെ തന്നെ 2 ഡോക്ടർമാരാണ് ഇവിടെ കടന്നു വന്നത്. ആ കുട്ടികളുടെ പങ്കുവെച്ച ചില കാര്യങ്ങളുണ്ട്. സബ് ജില്ലാ പ്രസിഡന്റ് റൈജു എബ്രഹാം അധ്യക്ഷത വഹിച്ചു. KSTA കോതമംഗലം സബ് ജില്ലാ സെക്രട്ടറി M. നിയാസ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ TA അബൂബക്കർ, EA ഷമീദ, ജില്ലാ സമിതി അംഗം അനീഷ് രാജു, P. അലിയാർ, എൽദോ പോൾ, ദീപൻ വാസു, രാജു MS എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പോരടിച്ച് വകുപ്പുകൾ, പൊറുതിമുട്ടി ജനം. നെയ്യശ്ശേരി തോക്കുമ്പൻ റോഡിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി പോസ്റ്റുകൾ മാറ്റുന്നതിന് KSEB സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ട് 1 മാസത്തിലേറെയായി. റോഡ് നിർമ്മാണ ഏജൻസിയായ KSTPയും KSEBയും തമ്മിൽ ഈ കാര്യത്തിൽ ഇതുവരെ സമവായത്തിലെത്തിയിട്ടില്ല. പാലത്തിന്റെ പണി പൂർത്തിയായി മാസങ്ങളായിട്ടും അപ്രോച്ച് നിർമ്മിക്കാൻ തടസ്സമായി നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റ് മാറ്റാത്തതും കൂടാതെ അരികിലേക്ക് മാറ്റി സ്ഥാപിക്കേണ്ട 300 തൂണുകളുടെ കാര്യത്തിലും തർക്കം തുടരുകയാണ്. അവതാളത്തിലായി നെയ്യശ്ശേരി തോക്കുമ്പൻ റോഡ് നിർമ്മാണം. നെയ്യശ്ശേരി തോക്കുമ്പൻ റോഡിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി പോസ്റ്റുകൾ മാറ്റുന്നതിന് KSEB സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ട് 1 മാസത്തിലേറെയായി. റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന 300ഓളം വൈദ്യുതി പോസ്റ്റുകൾ അരികിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതും മാസങ്ങൾ മുൻപേ പണി പൂർത്തിയായ മുളപ്പുറം പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ തടസ്സമായി നിൽക്കുന്ന പോസ്റ്റുകൾ മാറ്റുന്ന കാര്യത്തിലും സമവായത്തിലെത്തുവാൻ നിർമ്മാണ ഏജൻസിയായ KSTPക്കും KSEBക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. നിലവിൽ പാലം ഉയർത്തിപ്പണിതതോടെ പാലത്തിൽ കയറിയാൽ ലൈനിൽ തട്ടുമിതം താഴ്ന്നാണ് പോസ്റ്റുകൾ നിൽക്കുന്നത്. പോസ്റ്റുകൾ മാറ്റാൻ വലിയ തുക നഷ്ടപരിഹാരമാണ് KSEB ആവശ്യപ്പെടുന്നതെന്ന് KSTP ആരോപിക്കുന്നു. ഇതോടെ റോഡ് പണിക്ക് 1 മാസത്തിലേറെയായി ഏർപ്പെടുത്തിയ നിരോധനം തുടരുകയാണ്. റോഡ് പണി തുടങ്ങിയ നാൾ മുതൽ തടസ്സപ്പെടുത്താൻ വനം വകുപ്പും രംഗത്തുണ്ട്. ഏറെ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് കരിമണ്ണൂർ, വണ്ണപ്പുറം, കഞ്ഞിക്കുഴി പഞ്ചായത്തുകൾ ഉൾപ്പെടെ ജില്ലയുടെ തന്നെ സമഗ്ര വികസനത്തിന് സഹായകരമാകുന്ന റോഡ് പണി ആരംഭിച്ചത്. ജർമ്മൻ സഹായത്തോടെ പ്രളയ ദുരിതാശ്വാസ പദ്ധതിയിൽ പെടുത്തിയാണ് റോഡ് പണിയുന്നത്. കരാർ പ്രകാരം 2 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കണം. ഇപ്പോൾ തന്നെ 1 വർഷം കഴിഞ്ഞു. സർക്കാർ വകുപ്പുകൾ തന്നെ പതിവായി തടസ്സവുമായി എത്തുന്ന അപൂർവ സംഭവമാണ് നെയ്ശ്ശേരി തോക്കുമ്പൻ റോഡിന്റെ കാര്യത്തിൽ നടക്കുന്നതെന്ന് പ്രദേശവാസിയും വാർഡ് മെമ്പറും കൂടിയായ ബിബിൻ അഗസ്റ്റിൻ പറയുന്നു. 4 മാസം എന്ന് പറഞ്ഞു തുടങ്ങിയ പണിയാണ് 1 വർഷത്തിലേറെ ആയി അത് പൂർത്തീകരിക്കാത്ത അവസ്ഥയിൽ. അപ്പോൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ പറഞ്ഞപ്പോഴാണ് 11 kV ലൈൻ പോസ്റ്റ് മാറ്റിയിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും. അപ്പോൾ അന്ന് തന്നെ അവരോട് വന്ന് കണ്ട് എന്ന ഒരു ഡേറ്റ് തീരുമാനിച്ച് എത്രയും പെട്ടെന്ന് മാറ്റി സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിച്ച് പണി പൂർത്തീകരിക്കാൻ ആവശ്യപ്പെട്ടതാണ്. പിന്നീട് അത് ഇതുവരെയും തീരുമാനമായിട്ടില്ല. പോസ്റ്റ് ഇടുന്ന കാര്യത്തിലാണെങ്കിലും KSEB ആവശ്യമില്ലാതെ ഒരു പിടിവാശിയുമായിട്ടാണ് നിൽക്കുന്നത്. സ്റ്റോപ്പ് മെമ്മോ കൊടുത്തപ്പോൾ KSTPക്ക് പണി മുമ്പോട്ട് പോകാത്തില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. പാലം നല്ല രീതിക്ക് അത്യാവശ്യം വീതിയിൽ പണിയണം. അതുകൂടാണ്ട് താൽക്കാലിക പാലം പണിയാണ്ട് ഈ പാലം പൊളിക്കാൻ സമ്മതിക്കുന്ന കാര്യമേ ഇല്ല. മുളപ്പുറം പാലത്തിൻ്റെ അവസ്ഥ അറിയാം. അവിടെ വേറെ റോഡുണ്ട്, ബസ് പോകാൻ വേറെ വഴിയുള്ളതുകൊണ്ട് ഇത്ര നാളും ജനങ്ങൾ പൊറുതുപൊട്ടി നിൽക്കുവാണ്. ആ ഒരു അവസ്ഥയല്ല തൊമ്മങ്കുത്തിലേക്ക് വരുമ്പം ഇവിടെ താൽക്കാലിക പാലം പണിയാണ്ട് ഈ പാലം പൊളിക്കാൻ നടപടി ഒരു കാരണവശാലും സമ്മതിക്കില്ല. അതെന്ന് വെച്ചാൽ ഉടനെ ഒന്നും പണി പൂർത്തീകരിക്കില്ല. ഇവിടെയുള്ള ജനങ്ങൾ ഒറ്റപ്പെട്ടു പോകും. സ്കൂൾ കുട്ടികൾ, കോളേജിലോ ജോലിക്കാർ എല്ലാവരും വലഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് എത്രയും വേഗം ഈ ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള ഗുസ്തി അവസാനിപ്പിച്ച് ജനങ്ങൾക്ക് സമാധാനമായിട്ട് എത്രയും പെട്ടെന്ന് ഈ പണി പൂർത്തീകരിച്ച് യാത്രാ സൗകര്യം ഉണ്ടാക്കണമെന്നാണ് അപേക്ഷിക്കാനുള്ളത്. റോഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ പ്രദേശത്തെ യാത്രാക്ലേശവും അതിരൂക്ഷമാണ്. ജനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മന്ത്രിസഭാ തലത്തിൽ തന്നെ അടിയന്തര ഇടപെടൽ ഉണ്ടായി നിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കുട്ടികളെ വിദ്യാലയങ്ങളിൽ എത്തിക്കുന്ന വിദ്യാവാഹിനി പദ്ധതിയുടെ ഭാഗമായ ജീപ്പ് ഉടമകൾ പ്രതിസന്ധിയിൽ. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടത്തിവരുന്ന സർവീസിന് ലഭിക്കേണ്ടുന്ന തുക മുടങ്ങിക്കിടക്കുന്നതാണ് ജീപ്പ് ഉടമകളെ വലയ്ക്കുന്നത്. നിലവിലെ അവസ്ഥയിൽ മുമ്പോട്ട് പോകാനാകാത്ത സ്ഥിതിയാണെന്നും മുടങ്ങിക്കിടക്കുന്ന തുക ലഭ്യമാക്കാൻ നടപടി വേണമെന്നുമാണ് ഇവരുടെ ആവശ്യം. വാഹന സൗകര്യം കുറവുള്ള ആദിവാസി ഇടങ്ങളിൽ നിന്നും മറ്റുമായി കുട്ടികളെ വിദ്യാലയങ്ങളിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് വിദ്യാവാഹിനി പദ്ധതി. ഈ പദ്ധതിയുടെ ഭാഗമായി സർവീസ് നടത്തുന്ന ജീപ്പ് ഉടമകളാണ് പ്രതിസന്ധിയിലായിട്ടുള്ളത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളെ നടത്തിവരുന്ന സർവീസിന് ലഭിക്കേണ്ട തുക മുടങ്ങിക്കിടക്കുന്നതാണ് ജീപ്പ് ഉടമകളെ വലയ്ക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഒടുവിൽ പണം ലഭിച്ചതെന്നും പിന്നീട് ഇതുവരെ തുക ലഭിച്ചിട്ടില്ലെന്നും ജീപ്പ് ഉടമകൾ പറയുന്നു. സ്കൂൾ വിദ്യാവാഹിനി ആരംഭിച്ചതിന് ശേഷം ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബറിലുള്ള പൈസ കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു 5 മാസത്തെ പൈസ ഞങ്ങൾക്ക് പെൻഡിങ് ആണ്.
അതിപ്പോൾ ഈ മാസം അവരോട് ചോദിക്കുമ്പോൾ പറയണമെന്ന് വെച്ചാൽ അവർക്ക് ഫണ്ടായിട്ടില്ല, ഫണ്ട് വരുമ്പോൾ പറയാം എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ കുറേ കാലമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വണ്ടി ഓടിയിട്ട് വേണം ഞങ്ങളുടെ ബാക്കി കാര്യങ്ങൾ നോക്കാനാണ്. ഡീസൽ അടിക്കണമെങ്കിൽ പോലും ഞങ്ങൾ ഒരു ട്രിപ്പ് ഓടിയാലേ നടക്കുകയുള്ളൂ. ബാധ്യത CC അടയ്ക്കണം, വണ്ടിയുടെ മെയിൻ്റനൻസ് കാര്യങ്ങൾ നോക്കണം. പിന്നെ ഈ ഇടയ്ക്ക് വായ്പകൾ മേടിച്ചാണ് ഞങ്ങൾ ഈ ഡീസൽ അടിച്ച് മുന്നോട്ട് പിള്ളേരെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവരോട് പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇതിനൊരു നടപടി ഉണ്ടാവണം. തുക ലഭിക്കാതായതോടെ ജീപ്പ് ഉടമകളുടെ ജീവിതം പ്രതിസന്ധിയിലായി. വാഹനത്തിന്റെ അറ്റകുറ്റപ്പണി, CC അടവ് ഇവയ്ക്കൊന്നുമുള്ള പണം കൈവശമില്ല. നിത്യച്ചെലവ് കഴിഞ്ഞു പോകുന്നതും വലിഞ്ഞു മുറുകിയെന്ന് ജീപ്പ് ഉടമകൾ പറയുന്നു. തുക ലഭിക്കാതെ ഇനി മുൻപോട്ട് പോകാനാവില്ലെന്നാണ് ജീപ്പ് ഉടമകളുടെ നിലപാട്. ഇന്ധനം നിറയ്ക്കാനുള്ള തുക പോലും ഇല്ലാതായതോടെ സർവീസ് നിർത്തിവെക്കാൻ തങ്ങൾ നിർബന്ധിതരാകുമെന്നും ജീപ്പ് ഉടമകൾ മുന്നറിയിപ്പ് നൽകുന്നു. അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ പഠനം നടത്തുന്ന 100-ലധികം കുട്ടികൾ ചിന്നപ്പാറക്കുടിയിൽ നിന്ന് മാത്രം വിദ്യാവാഹിനി പദ്ധതി ആശ്രയിച്ച് സ്കൂളിൽ എത്തുന്നുണ്ട്. മാങ്കുളം അടക്കമുള്ള മേഖലകളിലും കുട്ടികൾ ഈ പദ്ധതിയെ ആശ്രയിക്കുന്നു. ജീപ്പ് ഉടമകൾക്ക് തുക ലഭ്യമാക്കാനുള്ള ഇടപെടൽ വേഗത്തിലുണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി. മാങ്കുളത്തെ വന്യജീവി ശല്യം നിയന്ത്രിക്കുക, മാങ്കുളം DFOയ്ക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള മാങ്കുളം ജനകീയ സമരസമിതിയുടെ തുടർ സമരം മാർച്ച് 4 മുതൽ. ഇന്ന് മാങ്കുളത്ത് നടന്ന സമരസമിതിയുടെ സമരപ്രഖ്യാപന കൺവെൻഷനിലാണ് തീരുമാനം കൈക്കൊണ്ടത്. പ്രശ്നപരിഹാരം കാണും വരെ DFO ഓഫീസിന് മുമ്പിൽ റിലേ സത്യാഗ്രഹ സമരവുമായി മുമ്പോട്ട് പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. മാങ്കുളത്തെ വന്യജീവി ശല്യം നിയന്ത്രിക്കുക, മാങ്കുളം DFOയ്ക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള മാങ്കുളം ജനകീയ സമരസമിതിയുടെ തുടർ സമരം മാർച്ച് 4 മുതൽ ആരംഭിക്കും. മാർച്ച് 4-ന് മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ റിലേ സമരത്തിന് തുടക്കം കുറിക്കും. തുടർന്ന് ഓരോ വാർഡ് മെമ്പർമാരുടെയും നേതൃത്വത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെ സമരം തുടരും. വ്യാപാരി സംഘടനകളും വിവിധ കർഷക സംഘടനകളും മറ്റിതര സംഘടനകളും തുടർ സമരത്തിന്റെ ഭാഗമാകും. വനംവകുപ്പിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. DFO ഓഫീസിന് മുമ്പിലെ റിലേ സമര പരിപാടികൾ കൊണ്ട് പ്രശ്നപരിഹാരമാകുന്നില്ലെങ്കിൽ വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഓഫീസിന് മുമ്പിലേക്ക് സമരം മാറ്റാനും തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. മാർച്ച് 4-ാം തീയതി DFOയുടെ ഓഫീസിന് മുമ്പിൽ തുടർ സമരങ്ങൾ ആരംഭിക്കുകയാണ്. ആദ്യത്തെ ദിവസം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്തിലെ മറ്റ് 12 അംഗങ്ങളും ഒരു ദിവസത്തെ സമരം സത്യാഗ്രഹ സമരം നടത്തും. റിലേ സത്യാഗ്രഹമായിട്ടാണ് സമരം നടത്തുക. തുടർന്നുള്ള ഓരോ ദിവസങ്ങളിലും ഓരോ വാർഡിൽ നിന്ന് ആ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ കഴിയുന്നിടത്തോളം ആളുകൾ പങ്കെടുത്തുകൊണ്ട് റിലേ സത്യാഗ്രഹം തുടരും. 13-ാമത്തെ ദിവസത്തിന് ശേഷം 14-ാം ദിവസം മുതൽ സന്നദ്ധ സംഘടനകളും മറ്റ് കർഷക സംഘടനകളും സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളുടെ കീഴിൽ ഇവിടെ എത്തി തുടർ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. എന്ത് വില കൊടുക്കും നമ്മൾ രാജപാത തുറക്കുകയും മലയോര ഹൈവേ അലൈൻമെൻറ്റ് പുനഃസ്ഥാപിക്കുകയും മനുഷ്യന് എതിരായിട്ട് മാങ്കുളം ജനതയ്ക്കെതിരായിട്ട് കിരാതവും കുലിശിതവും ഹീനവുമായ അപഹാസ്യവുമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന DFOയെ സ്ഥലം മാറ്റുന്നത് വരെ സമരം തുടരുക തന്നെ ചെയ്യും. അതിനു മുമ്പ് അദ്ദേഹത്തെ മാറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ പ്രദേശത്തെ ജനങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കാര്യം എന്ന് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയെ ഏറ്റവും ആദരവോടുകൂടെ ഓർമ്മപ്പെടുത്താനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും വരെ തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. മാങ്കുളത്ത് വനം വകുപ്പ് നടത്തുന്ന കടന്നുകയറ്റം അവസാനിപ്പിക്കുക, മാങ്കുളത്തെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കുക, മലയോര ഹൈവേയുടെ അലൈൻമെന്റ് മാറ്റിയ നടപടി പുനഃപരിശോധിക്കുക, രാജപാത തുറക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരപ്രഖ്യാപന കൺവെൻഷനിലൂടെ സമരസമിതി മുൻപോട്ട് വയ്ക്കുന്നു. മാങ്കുളം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമരപ്രഖ്യാപന കൺവെൻഷനിൽ സമരസമിതി കൺവീനറും മാങ്കുളം സെന്റ് മേരീസ് പള്ളി വികാരിയുമായ ഫാദർ മാത്യു കരോട്ട് കൊച്ചർക്കൽ അധ്യക്ഷത വഹിച്ചു. മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത സജീവൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ, വിവിധ പള്ളികളിലെ വികാരിമാർ, കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധികൾ, സാമുദായിക സംഘടനാ പ്രതിനിധികൾ, കർഷക സംഘടനാ പ്രതിനിധികൾ, ജനകീയ സമരസമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും മറ്റിതര സംഘടനകളും ജനകീയ സമരസമിതിയുടെ തുടർ സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. മാങ്കുളം പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിന് സമീപം ബ്ലോക്ക് പഞ്ചായത്ത് പണി കഴിപ്പിച്ച പവലിയനിൽ വനംവകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്നായിരുന്നു വനംവകുപ്പിനെതിരെ മാങ്കുളത്ത് പ്രത്യക്ഷ ബഹുജന സമരത്തിന് കളമൊരുങ്ങിയത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.
കർഷക പ്രക്ഷോഭത്തിന് ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഐക്യദാർഢ്യം. തൊടുപുഴയിൽ സിവിൽ സ്റ്റേഷനിൽ നിന്നും ഗാന്ധി സ്ക്വയറിലേക്ക് പ്രകടനം നടത്തി. തൊടുപുഴ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ പൊതുയോഗം KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV ബെന്നി ഉദ്ഘാടനം ചെയ്തു. സമരസമിതി മേഖലാ കൺവീനർ VK മനോജ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കിരാത നടപടികളിൽ പ്രതിഷേധിച്ച് കർഷക സംഘടനകൾ നടത്തുന്ന ഗ്രാമീണ ഹർത്താലിനും രാജ്ഭവൻ മാർച്ചിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജീവനക്കാരും അധ്യാപകരും ആക്ഷൻ കൗൺസിലിന്റെയും സമരസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ പ്രകടനവും യോഗവും നടത്തി. തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ നിന്നും ഗാന്ധി സ്ക്വയറിലേക്ക് പ്രകടനം നടത്തി. തുടർന്ന് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ പൊതുയോഗം KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV ബെന്നി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റ് പാസാക്കിയ 3 കാർഷിക നിയമങ്ങളായിരുന്നു. കാർഷിക മേഖലയെ തകർക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ താങ്ങുവിലയുമായി ബന്ധപ്പെട്ട നിയമവും അതുപോലെ തന്നെ അവശ്യ വസ്തു നിയമത്തിലുണ്ടായിരുന്ന ഭേദഗതിയും ഉൾപ്പെടെയുള്ള നിയമങ്ങൾ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യയിലെ കർഷകർ 1 വർഷക്കാലം നീണ്ടുനിന്ന സമരം നടത്തിയത്. ആ സമരത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് അന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ച നിയമങ്ങൾ പിൻവലിച്ചുകൊണ്ട് ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദി കർഷകർക്ക് മുൻപിൽ വന്നുകൊണ്ട് എനിക്ക് തെറ്റുപറ്റി, ഈ ഗവൺമെന്റിന് തെറ്റുപറ്റി, ഞങ്ങളുടെ തെറ്റ് തിരുത്തും എന്നൊക്കെ പറഞ്ഞെങ്കിലും സമരത്തിലേർപ്പെട്ട കർഷകരുടെ ഡിമാൻഡ് എവിടെയാണോ നിയമം പാസാക്കിയത് അവിടെ തന്നെ, അതായത് ഇന്ത്യൻ പാർലമെന്റിനകത്ത് തന്നെ ഈ നിയമം പിൻവലിക്കാതെ ഞങ്ങൾ ഈ സമരഭൂമിയിൽ നിന്ന് തിരിച്ചു പോകില്ല എന്നാണ് കർഷകർ പ്രഖ്യാപിച്ചത്. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കൗൺസിൽ അംഗം B. സുധർമ്മ, NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TM ഹാജറ, KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം AM ഷാജഹാൻ, KGOA ജില്ലാ സെക്രട്ടറി റോബിൻസൺ P. ജോസ്, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി KK പ്രസുഭകുമാർ, KGNA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MR രജനി, KSTA ജില്ലാ സെക്രട്ടറി MR അനിൽകുമാർ, NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം S. സുനിൽ കുമാർ എന്നിവർ പ്രസംഗിച്ചു. FSCTO ജില്ലാ സെക്രട്ടറി CS മഹേഷ് സ്വാഗതവും FSCTO മേഖലാ സെക്രട്ടറി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ മണക്കാട് തോപ്പിൽ MR ശശിധരൻ നായരുടെ മകൻ S. പത്മഭൂഷണും മഹിമ MK ബാലകൃഷ്ണപിള്ളയുടെ മകൾ അനിതയും വിവാഹിതരായി. KPCCയുടെ നേതൃത്വത്തിൽ 20-21 തീയതികളിലായി ഇടുക്കി ജില്ലയിലെ കട്ടപ്പന, തൊടുപുഴ എന്നീ കേന്ദ്രങ്ങളിൽ നടക്കുന്ന സമരാഗ്നി പ്രക്ഷോഭ പരിപാടിയുടെ വിളംബര റാലി വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാറിൽ നടന്നു. KPCCയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് മഞ്ചേശ്വരത്തു നിന്നും ആരംഭിച്ച കേരളത്തിലെ എല്ലാ ജില്ലകളിലൂടെയും സഞ്ചരിച്ച് ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായി നടത്തിവരുന്ന സമരാഗ്നി പ്രക്ഷോഭ പരിപാടി KPCC പ്രസിഡന്റ് K. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരാണ് നയിക്കുന്നത്. 20-21 തീയതികളിൽ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ, കട്ടപ്പന എന്നീ കേന്ദ്രങ്ങളിൽ സമരാഗ്നി പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ജനങ്ങളെ അറിയിക്കുന്നതിനുള്ള വിളംബര റാലിയാണ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയത്. പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി ടൗൺ വഴി ബസ് സ്റ്റാൻഡ് ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു.
വാളാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ആന്റപ്പൻ അധ്യക്ഷത വഹിച്ചു. പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊഴുവമാക്കൽ സ്വാഗതം ആശംസിച്ചു. DCC ജനറൽ സെക്രട്ടറി R ഗണേശൻ ഉദ്ഘാടനം ചെയ്തു. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ തൂർത്തും അഴിമതിയും തുറന്നു കാണിച്ചുകൊണ്ട് അതിനോടൊപ്പം തന്നെ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറായി നിൽക്കുന്ന ഇന്ത്യൻ ജനതയ്ക്ക് ജനാധിപത്യവും മതേതരത്വവും എല്ലാം സംരക്ഷിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഈ രാജ്യത്ത് അധികാരത്തിൽ വരേണ്ടതിൻ്റെ ആവശ്യകതകൾ ഉന്നയിച്ചുകൊണ്ടൊക്കെയാണ് ഈ സമരാഗ്നി എന്ന ഒരു ജാഥ കാസർഗോഡ് മഞ്ചേശ്വരത്തിൽ നിന്നും ആരംഭിച്ച് 21-ാം തീയതി 21-ാം തീയതി നമ്മുടെ ജില്ലയിൽ എത്തിച്ചേരുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം മാത്രം ഉറക്കെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ ജാഥ തിരുവനന്തപുരത്തിൽ എത്തിച്ചേരുമ്പോൾ പ്രിയമുള്ളവരെ, കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്, പിണറായി വിജയന്റെ ഗവൺമെന്റിന് ഒരു ആണിയടിച്ചുകൊണ്ട് ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയടിക്കുന്ന ഒരു സന്ദർഭമായിരിക്കും ഈ ജാഥ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ എത്തിച്ചേരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. നേതാക്കളായ M ഉദയസൂര്യൻ, S ഗണേശൻ, സേവി പത്യാല, ഷാരി ബിൻശങ്കർ, പ്രിയങ്ക മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു. 350ഓളം ആളുകളാണ് സമരാഗ്നി പ്രക്ഷോഭ പരിപാടിയിൽ വണ്ടിപ്പെരിയാറിൽ നിന്നും പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കൃഷി ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. ജനറൽ സെക്രട്ടറി സിദ്ദിഖ് VM ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിലെ രാഷ്ട്രീയവൽക്കരണം അവസാനിപ്പിക്കണമെന്ന് KPSTA. സമാപന സമ്മേളനം ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV ഷാജിമോൻ അധ്യക്ഷത വഹിച്ചു. മുതലക്കോടം ഹോളി ഫാമിലി ഹോസ്പിറ്റലിന്റെയും ഓർബിസ് ലൈഫ്സ് മൊബൈൽ ക്ലിനിക്കിന്റെയും സഹകരണത്തോടെ തൊടുപുഴയിൽ ഹെൽത്ത് കാർഡ് മെഡിക്കൽ ക്യാമ്പ് നടത്തി. തൊടുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ JC ആന്റണി ഉദ്ഘാടനം ചെയ്തു. പോരടിച്ച് വകുപ്പുകൾ, പൊറുതിമുട്ടി ജനം. നെയ്യശ്ശേരി തോക്കുമൽ റോഡിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി പോസ്റ്റുകൾ മാറ്റുന്നതിന് KSEB സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ട് 1 മാസത്തിലേറെയായി. റോഡ് നിർമ്മാണ ഏജൻസിയായ KSTPയും KSEBയും തമ്മിൽ ഈ കാര്യത്തിൽ ഇതുവരെ സമവായത്തിലെത്തിയിട്ടില്ല. കുട്ടികളെ വിദ്യാലയങ്ങളിൽ എത്തിക്കുന്ന വിദ്യാവാഹിനി പദ്ധതിയുടെ ഭാഗമായ ജീപ്പ് ഉടമകൾ പ്രതിസന്ധിയിൽ. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടത്തിവരുന്ന സർവീസിന് ലഭിക്കേണ്ടുന്ന തുക മുടങ്ങിക്കിടക്കുന്നതാണ് ജീപ്പ് ഉടമകളെ വലയ്ക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.